വേഗം വരുന്ന യേശു ക്രിസ്തുവിനുള്ള സ്നേഹവും വന്ദനവും ഏവർക്കും അറിയിക്കുന്നു. നമ്മുടെ കർത്താവിൻ്റെ മരണം, അടക്കം, ശേഷം ശബ്ദത്ത് കഴിഞ്ഞിട്ട് ആഴ്ചവട്ടത്തിൻ്റെ ഒന്നാമത്തെ ദിവസം അല്ലെങ്കിൽ ഞായറാഴ്ച അധികാലത്ത് നമ്മുടെ സഹോദരിമാർ കർത്താവിൻ്റെ കല്ലറയ്ക്കൽ തൈലം പൂശാൻ ചെല്ലുന്ന സംഭവമാണ് ഇവിടെ വായിച്ചു കേട്ടത്. ഇതിൽ നിന്നും ഒന്നും പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഈ സത്യത്തിലെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മരണ അടക്ക പുനരുത്ഥാനമാണ് സുവിശേഷത്തിൻ്റെ ശക്തി എന്ന് പറയുന്നത്. യേശുവിൻ്റെ മരണമാണ് 4 സുവിശേഷകരും അതിശക്തമായിട്ട് പറയുന്ന കാര്യമാണ്. ഇതിനകത്ത് സുവിശേഷങ്ങളിൽ നമ്മൾ വായിച്ചു വരുമ്പോൾ ഇങ്ങനെ കാണുന്നത്, യേശുവിനെ കല്ലറയിൽ അടക്കം ചെയ്തിട്ട് ഒരു കല്ല്, വലിയ ഭാരമുള്ള കല്ല് കൊണ്ടുവന്നിട്ട് ഉരുട്ടി അതിനെ അടച്ചു വെച്ചു. പെട്ടെന്ന് ഇവർ ചെന്ന പീലാത്തോസിനോട് പറഞ്ഞു, ജീവിച്ചിരിക്കുമ്പോൾ യേശു പറഞ്ഞിട്ടുണ്ട് മരിച്ചാൽ ഉയർത്തെഴുന്നേൽക്കണം. അതുകൊണ്ട് കല്ലറ അടച്ച് സീല് ചെയ്യണം. റോമൻ ഗവർണറുടെ സീല് കൊണ്ടുവന്ന് പട്ടാളക്കാർ ആ മുദ്ര പതിപ്പിച്ചു. ആർക്കും അതിനെ തുറക്കാൻ പറ്റത്തില്ല. ഞാനിങ്ങനെ വെറുതെ ഉപമ ഇങ്ങനെ കേട്ടിട്ടുണ്ട്. ഒരു കാട്ടിലെ സിംഹം, അവിടുത്തെ രാജാവാണ്. വേട്ടയെല്ലാം കഴിഞ്ഞ് വയറ് നിറച്ച് ഭക്ഷണമെല്ലാം കഴിച്ചിട്ട് സിംഹം വന്ന് തൻ്റെ ഗുഹയ്ക്കകത്ത് കയറിയപ്പോൾ ഒരു ചിലന്തി അതിൻ്റെ വാതിൽക്കൽ ഇടുപ്പുണ്ടായിരുന്നു. ചിലന്തി ഇങ്ങനെ ശ്രദ്ധിച്ചു നോക്കിയപ്പോൾ സിംഹം ഒന്ന് ഗവനിക്കുക പോലും ചെയ്യാതെ, ഈ ചിലന്തിയെ കണ്ടിട്ടൊന്ന് സല്യൂട്ട് പോലും കൊടുക്കാതെ സിംഹം അകത്ത് കയറിപ്പോയി. അല്പം കഴിഞ്ഞ് മൂർക്കം വലി തുടങ്ങി. ചിലന്തിക്ക് ഭയങ്കര ദേഷ്യം കഴിഞ്ഞു. ചിലന്തി പറഞ്ഞു, അതിനൊരു പണി കൊടുത്തിട്ട് തന്നെ. ചിലന്തി ആക്കിയ നിമിഷം മുതൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചാടി വല കെട്ടാൻ തുടങ്ങി. വല കെട്ടി 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 അവൾ നോക്കിയപ്പോൾ ഒരു ജീവിക്കപ്പോഴും ഇങ്ങനത്തെ വല കെട്ടിയിട്ട് ഇതിനകത്ത് രക്ഷപ്പെട്ടിട്ടില്ല. ഇന്നിവൻ കുരുങ്ങിയത് തന്നെ എന്ന് പതിങ്ങനെ വാതക്കൽ കാത്തു നിൽക്കുക. സിംഹം ഉറക്കം വരാൻ കഴിഞ്ഞു. കൂർക്കം വലി തീർന്നു. സിംഹം പതിയൊന്ന് കുടഞ്ഞ് കോത്രിക്കുക സിംഹത്തെ കുരുക്കാൻ വേണ്ടിയിട്ട്. ഇങ്ങനെ സിംഹം ഇങ്ങോട്ട് വന്നപ്പോൾ അതിൻ്റെ ചെവിയുടെ അറ്റമൊന്നും കൊണ്ടപ്പോൾ വല പൊട്ടിപ്പോയി, ചിലന്തി ഓടിപ്പോയി. മനുഷ്യൻ, പീലാത്തോസ്, യഹൂദന്മാർ എല്ലാവരും കൂടെ ചേർന്ന് ലോകത്തിൻ്റെ ഇമ്പീരിയൽ മുദ്ര, റോമൻ ഗവൺമെൻറ്റിൻ്റെ ഇമ്പീരിയൽ മുദ്രയിൽ പതിച്ചിട്ട് ഈവൻ ഉയർത്തെടുക്കുന്നൊന്ന് കാണട്ടെ എന്ന് പറഞ്ഞ് കാത്തിരിക്കുക. അവൻ പറഞ്ഞതുപോലെ തന്നെ 3-ാമത്തെ ദിവസം മരണത്തിൻ്റെ ചങ്ങല പൊട്ടിച്ചവൻ ഉയർത്തെഴുന്നേറ്റു. ഈ സുവിശേഷമാണ് നമ്മൾ പ്രസംഗിക്കുന്ന സുവിശേഷം. ജീവനില്ലാത്തൊരു കല്ലുകൊണ്ട് ആ ശവക്കല്ലറയെ മൂടി. പക്ഷെ അകത്തിരിക്കുന്ന കല്ല് ജീവനുള്ളതാണ്. ജീവനുള്ള കല്ലാകുന്ന യേശുവിൻ്റെ അടുക്കൽ വന്നിട്ട് നമ്മൾ ജീവനുള്ള കല്ലുകൾ എന്നതുപോലെ ആത്മീയ ഗൃഹമായിട്ട് ദൈവത്തിന് ആരാധന അർപ്പിക്കാൻ പണിയപ്പെടുകയാണ്. അപ്പോൾ ജീവനുള്ള കല്ലിനെ അകത്ത് വെച്ചിട്ട് ജീവനില്ലാത്ത കല്ലുകൊണ്ട് അടച്ച് മുദ്ര വെച്ചാൽ, ജീവനുള്ള കല്ലൊന്ന് എഴുന്നേറ്റാൽ ഏത് കല്ലിന് അവൻ്റെ മുമ്പിൽ നിൽക്കാൻ? നമ്മുടെ അകത്ത് വന്ന് താമസിക്കുന്ന പാറയാകുന്ന ക്രിസ്തുവിനെ കുറിച്ച് എന്തെങ്കിലും അറിവ് നമുക്കുണ്ടോ? കാഴ്ചപ്പാട് നഷ്ടപ്പെട്ടു പോകുന്ന ലോകത്തിലാണ് നമ്മൾ. നമ്മുടെ അകത്തിരിക്കുന്നവൻ ആരാണെന്നുള്ള വെളിപ്പാട് നഷ്ടപ്പെടുത്തി ഈ ലോകത്തിൻ്റെ ദൈവം അവിശ്വാസികളുടെ മനസ്സ് കുരുടാക്കി കളയും. ഇത് ഇന്നത്തെ എൻ്റെ സന്ദേശമല്ല. ഞാനിന്ന് പറയാൻ വന്നത് ഈ 28-ാം അധ്യായത്തിൻ്റെ 18 മുതലുള്ള
ഒരു വാക്യങ്ങളാണ് ഒന്ന് പറയാനുള്ളത്. ഞാനൊന്ന് വായിച്ചു കേൾപ്പിക്കാം. യേശു അടുത്ത് ചെന്ന സ്വർഗത്തിനും ഭൂമിയിലും സകല അധികാരം എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നതാകയാൽ നിങ്ങൾ പുറപ്പെട്ട പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ സ്നാനം കഴിപ്പിച്ചു. ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെ പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിച്ചുകൊണ്ട് സകല ജാതികളെയും ശിഷ്യരാക്കിക്കൊള്ളു. ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാടും നിങ്ങളോട് കൂടെയുണ്ട് എന്ന് അരുളിച്ചു. ഇത് എനിക്കൊന്ന് വിശാലമായിട്ട് പറയണമെന്നാണ് ആഗ്രഹം. പക്ഷെ ഞാൻ ചുരുക്കി തന്നെ നിങ്ങൾക്ക് ദൈവം തന്നെ വെളിപ്പെടുത്തെങ്കിലേ വചനം വെളിപ്പെട്ട് കിട്ടുന്നു. എൻ്റെ വ്യാഖ്യാനം കൊണ്ടോ നമുക്കറിയാം, അപ്പൊല്ലോസിനെ പോലെ വചനം വ്യാഖ്യാനിക്കാൻ കഴിയുന്ന ഒരാളെ ബൈബിൾ പറയുന്നില്ല. നമ്മുടെ അപ്പോസ്തലപ്രവൃത്തികളിലെ ഏറ്റവും വലിയ വചന പ്രസംഗകൻ അപ്പൊല്ലോസാണ്. പൗലോസിന് വലിയ പ്രസംഗ വൈഭവമില്ലായിരുന്നു. ആശയങ്ങൾ പൗലോസിൻ്റെ ഉള്ളിൽ നിന്നുണ്ടായ ശക്തിയായിരുന്നു, ദൈവശക്തിയായിരുന്നു. അപ്പം ഈ അപ്പൊല്ലോസ് പ്രസംഗിച്ചിട്ട് അല്പം കഴിഞ്ഞപ്പോൾ കൊരിന്ത്യർ സഭ പറയുക, ഞങ്ങൾ അപ്പൊല്ലോസിൻ്റെ പക്ഷക്കാരാണ്. അപ്പൊല്ലോസിൻ്റെ പ്രസംഗം പോലൊന്നും വേറെ പൗലോസിൻ്റെ പ്രസംഗമൊന്നുമില്ല. ഉടനെ ഒരു കൂട്ട് പറഞ്ഞു, പൗലോസിൻ്റെ അകത്ത് വന്ന ശക്തി അത് അപ്പൊല്ലോസിനോടില്ല, ഞങ്ങൾ പൗലോസിൻ്റെ പക്ഷക്കാരാണ്. അപ്പോൾ പ്രസംഗത്തിൻ്റെ വൈഭവം കൊണ്ട് സഭയെ പണിയാൻ പറ്റത്തില്ല. പരിശുദ്ധാത്മാവാണ്, വചനമാണ് സഭയെ പണിയുന്നത്. അതിന് ചിലപ്പോൾ ഒറ്റ വചനം മതി, ഒറ്റ വചനം ഇവിടെ വായിച്ചോ കേട്ട വചനം മതി ഒരാൾക്ക് ദൈവപ്രവൃത്തി വെളിപ്പെടാനായിട്ട്. പ്രാർത്ഥനയോടെ നിങ്ങൾ കാത്തിരുന്നാൽ നിങ്ങൾക്ക് കിട്ടും. കർത്താവിൻ്റെ യഥാർത്ഥ മിഷൻ ഫീൽഡിലേക്ക് കർത്താവ് തൻ്റെ ശിഷ്യന്മാരെ അയക്കുന്ന ശുശ്രൂഷയാണ്. കർത്താവ് മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് 40 ദിവസം അവരുടെ കൂടെ നടന്ന് അവരെ ദൈവരാജ്യത്തെക്കുറിച്ച് പഠിപ്പിച്ച് 40 ദിവസം എന്താ പഠിപ്പിച്ചത്? അത്ഭുതങ്ങളും അടയാളങ്ങളും എങ്ങനെ ചെയ്യാമെന്നാണോ പഠിപ്പിച്ചത്? എങ്ങനെ രോഗശാന്തി നേടാമെന്നാണോ പഠിപ്പിച്ചത്? ഇവിടെ എങ്ങനെ ഉന്നതനാകാമെന്നാണോ പഠിപ്പിച്ചത്? 40 ദിവസം 3.5 വർഷം പഠിപ്പിച്ചത് ദൈവരാജ്യം, നിത്യജീവൻ. 40 ദിവസം പഠിപ്പിച്ചത് ദൈവരാജ്യം. ഹല്ലേലൂയ. പഠിപ്പിച്ച് അവൻ സ്വർഗത്തിലേക്ക് പോകുമ്പോൾ 500-ലധികം ആൾക്കാര് അന്ന് വലിയ മലയുടെ തീരത്ത് നിൽപ്പുണ്ട്. കർത്താവ് ഉയർത്തെഴുന്നേറ്റ് പോകുമ്പോൾ എല്ലാവരും കൂടെ നോക്കിയോ, ഞങ്ങളുടെ കർത്താവ് പോയല്ലോ, ഇനി ഞങ്ങൾക്ക് ആരുണ്ടെന്ന് ചോദിക്കുന്ന ആ സന്ദർഭം. 2 പുരുഷന്മാരോട് വന്നിട്ട്, ഗലീല പുരുഷന്മാരെ, നിങ്ങൾ ആകാശത്തിലേക്ക് നോക്കി നിൽക്കുന്നത് നിങ്ങൾ വിട്ടുപിരിഞ്ഞ ഈ യേശു, വേറെ യേശുവല്ല, ഇപ്പൊ നിങ്ങൾ കണ്ടില്ലേ ഉയർത്തുന്ന ഈ യേശു, അതുപോലെ തന്നെ രണ്ടാമത് വരും. അന്ന് മുതൽ ദൈവമക്കൾ കാത്തിരിക്കുക, വരണേ. കർത്താവിന്റെ ഒരു ദിവസം നമുക്ക് 1000 സംവത്സരം പോലെ, ഒരു യാമം നമുക്ക് 1000 സംവത്സരം പോലെ. അപ്പൊ കർത്താവിന്റെ ഒരു യാമം 2 യാമം ഒക്കെ കഴിഞ്ഞതേ ഉള്ളൂ കേട്ടോ. കർത്താവ് വരാൻ സമയമായി. അപ്പൊ ഗ്രേറ്റ് കമ്മീഷനാണ് നിങ്ങളോട് ഇന്ന് എനിക്കൊന്ന് പറയാനുള്ളത്. ഈ മഹാനിയോഗം, ഹല്ലേലൂയ, ഇതിനാ നമ്മളെ എന്ന് കർത്താവിടെ കൊണ്ടുവന്നിരിക്കുന്നത്. കർത്താവ് ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിൽ പോകുന്നവർ പറയാം, നിങ്ങൾ എന്നെ ഒന്ന് മനസ്സിലാക്കണം. സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും ഇപ്പോൾ എൻ്റെ കയ്യിലാണ്. മരണത്തിൻ്റെയും പാതാളത്തിൻ്റെയും താക്കോൽ എൻ്റെ കൈവശമുണ്ട്. അതുകൊണ്ട് ഞാൻ നിങ്ങൾക്കൊരു നിയോഗം തരികയാണ്. ഞാൻ നിങ്ങളെ അയക്കാൻ പോവുകയാണ്. ഇതുവരെ ഞാനാണ് പ്രവർത്തിച്ചത്, ഇനി പ്രവർത്തിക്കേണ്ടത് നിങ്ങളാണ്. ഇനി പ്രവർത്തിക്കേണ്ടത് നിങ്ങളാണ്. ഇതുവരെ പ്രവർത്തിച്ചത് ഞാനാണ്. നിങ്ങളോട് കൂടെ ഇരിപ്പാൻ ഞാൻ പരിശുദ്ധാത്മാവിനെ തരാം. നിങ്ങൾ ഒറ്റയ്ക്ക് പ്രവർത്തിക്കേണ്ട, ഞാൻ പരിശുദ്ധാത്മാവിനാൽ പ്രവർത്തിച്ചാൽ മതി. ആ മഹാനിയോഗത്തിന്റെ വാക്കുകളെ നിങ്ങളെ ഒന്ന് ഞാനൊന്ന് പറഞ്ഞു കേൾപ്പിക്കുകയാണ്. അതുകൊണ്ട് നിങ്ങൾ പുറപ്പെട്ട്, അങ്ങനെ
ഒരാൾ അയക്കണം, അല്ലേ? അയക്കാതെ പോകാൻ പറ്റുമോ? പറ്റുന്നില്ല. അപ്പോൾ കർത്താവ് ഇന്ന് നിങ്ങളെ വിളിക്കുക. ഇവിടെ ഇരിക്കുന്ന കൊച്ചുമക്കളെ, സഹോദരങ്ങളെ, സഹോദരിമാരെ, അമ്മച്ചിമാരെ, അച്ചായന്മാരെ, നിങ്ങൾ ഒന്ന് പുറപ്പെടണം. പുറപ്പെട്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിച്ച് ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിച്ചും കൊണ്ട് സകല ജാതികളെ ശിഷ്യരാക്കിക്കൊള്ളും. സ്നാനപ്പെടുത്താനല്ല അയക്കുന്നത്, സ്നാനപ്പെടുത്തി പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തെ സ്നാനപ്പെടുത്തി ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിച്ചും കൊണ്ട് സകല ജാതികളെ ശിഷ്യരാക്കിക്കൊള്ളുവിൻ. ഈ മഹാനിയോഗത്തിലേക്കാണ് മക്കളാകുന്ന നമ്മളെ വിളിച്ചിരിക്കുന്നത്. ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ ഉപദേശിക്കണം. ഞാൻ നിങ്ങളെ, നമ്മളിന്ന് കുറച്ച് പേരല്ലേ ഉള്ളു, ഓരോരുത്തരെ വിളിച്ച് ഷാജി ഒഴിച്ച് ബാക്കി എല്ലാവരോടത് ചോദിക്കുക. എന്താണ് ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെ പ്രമാണിപ്പാൻ കർത്താവ് ഉപദേശിച്ചത്? എന്താ കർത്താവ് കൽപ്പിച്ച പ്രമാണം? എന്താ? ഞാൻ കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിച്ചും കൊണ്ട് സകല ജാതികളെയും ശിഷ്യരാക്കണം. ഈ ശുശ്രൂഷ എന്റേതാണോ? ഇത് എന്നോട് പറഞ്ഞതാണോ? ആണോ കുഞ്ഞെ? എന്നോട് പറഞ്ഞതാണോ? ഞാനോട് പറഞ്ഞതാ? അവരോട്? ഹലോ, ആരോട് പറഞ്ഞതാ? എല്ലാവരും എന്നോട് പറഞ്ഞു. എന്നോട് ആരോട് പറഞ്ഞതാ? ഈ ബൈബിളിൽ ഒരു കാര്യം എല്ലാവരോടും അല്ല പറയുന്നത്. വായിക്കുന്ന കേൾക്കുന്ന നിന്നോട്, നിന്നോട് കർത്താൻ പറയാനുള്ളത്. ഹല്ലേലൂയ. നമ്മുടെ ഒരു ഒഴുക്കം മട്ടാണ് എല്ലാവരോടും പറഞ്ഞിരിക്കുന്നു. അപ്പം എനിക്ക് ഞാൻ ഒഴിവ്. ഈ മഹാനിയോഗം, ഈ ഗ്രേറ്റ് കമ്മീഷൻ ഇന്ന് സഭ മറന്നു. ആരോടാ പറഞ്ഞിരിക്കുന്നത്? ആരോടാ പറഞ്ഞത്? ഇതുവരെ കേട്ടിട്ടുണ്ടോ ഈ മഹാനിയോഗത്തെ കുറിച്ച്? ആദ്യമായിട്ട് ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെ പ്രമാണിപ്പാൻ ഉപദേശിക്കണം. മോശ നിങ്ങളോട് പ്രമാണിപ്പാൻ കൽപ്പിച്ചത് ഉപദേശിക്കാൻ പറഞ്ഞിട്ടുണ്ടോ? പറഞ്ഞോ? അന്നത്തെ പുരോഹിതന്മാരും അന്നത്തെ സാധുക്യരും വേദപണ്ഡിതന്മാരും പറഞ്ഞതൊക്കെ നിങ്ങൾ പ്രമാണിപ്പാൻ അവരെ ഉപദേശിക്കണമെന്ന് പഠിപ്പിച്ചിട്ടുണ്ടോ? ഇല്ല. എന്താണ് ഞാൻ നിങ്ങളോട് പ്രമാണിപ്പാൻ ഉപദേശിപ്പാൻ കൽപ്പിച്ചത്? ഞാൻ നിങ്ങളോട് കൽപ്പിച്ചത് എന്താണ്? പ്രമാണിപ്പാൻ. ഇതാണ് ദൈവമക്കളെ സഭ മറന്ന കാര്യം. ഇത് സഭ മറന്നു. സഭയ്ക്ക് വ്യക്തമായിട്ട് ഇതിനകത്തു നിന്ന് സഭ വ്യതിചലിച്ചു പോയി. ഈ മഹാനിയോഗത്തെ നമ്മുടെ ചിന്ത സുവിശേഷം അറിയിക്കണം. നമ്മൾ പോകുന്ന വഴിക്ക് അല്ലെ യേശുവിനെ കുറിച്ചൊന്ന് പറയണം. യേശു രക്ഷിക്കും. ഓ, എന്തൊരു അബദ്ധമാണ്! അങ്ങനെയാണോ ഇത് പറയുന്നത്? ഞാൻ നിങ്ങളോട് പ്രമാണിപ്പാൻ കൽപ്പിച്ചതൊക്കെയും ഉപദേശിച്ചുകൊണ്ട് സകല ജാതികളെ ശിഷ്യരാക്കിക്കൊള്ളണം. ഞാൻ നിങ്ങളോട് പ്രമാണിപ്പാൻ ഉപദേശിച്ചത് എന്താണെന്ന് ഞാനിവിടെ എത്ര നേരം പറയും നിങ്ങളോട്. ഹല്ലേലൂയ. കർത്താവ് പറയുന്നത്, ഒന്ന്, എൻ്റെ രാജ്യനിമിത്തം ആരെങ്കിലും തൻ്റെ പ്രാണനെ
നേടുവാനാണ് ഇച്ഛിക്കുന്നതെങ്കിൽ അതിനെ കളയും. നിങ്ങൾ നിങ്ങളുടെ പ്രാണനെ എനിക്ക് വേണ്ടി കളഞ്ഞാൽ അത് നേടും. ആര് ഉപദേശിച്ചത? കർത്താവ് ഉപദേശിച്ചത്. ഇത് മോശ ഉപദേശിച്ചോ? ഇല്ല. ഇത് മഹാപുരോഹിതന്മാർ പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. കർത്താവ് പറയാം, ദൈവരാജ്യ നിമിത്തം നിന്റെ വലക്കണ്ണ് നിനക്ക് ഇടർച്ച വരുത്തിയാൽ, ഒരു കണ്ണ് ഇടർച്ച കണ്ണ് നിനക്ക് ഇടർച്ച വരുത്തിയാൽ, ഇടർച്ച വരുത്തുന്ന കണ്ണെന്ത് ചെയ്യണം? ചൂന്ന് എടുത്ത് എറിഞ്ഞു കളയുക. സ്വർഗരാജ്യത്തിൽ നിനക്ക് പോകണമെങ്കിൽ ഞാൻ ഉപദേശിക്കുന്ന ഇതാ, ഒറ്റ കണ്ണനായിട്ട് നീ ഇവിടെ ഒറ്റ കണ്ണനായിട്ട് ഇവിടെ ജീവിക്കണം, എന്നിട്ട് നീ സ്വർഗത്തിൽ പോകണം. ഈ ഉപദേശം മോശ പഠിപ്പിച്ചോ? ഹല്ലേലൂയ. ദൈവമക്കളെ, ഇതാണ് ക്രിസ്തുവിന്റെ ഉപദേശം. ഇവിടെയാണ് യോഹന്നാൻ പറയുന്നത്, ക്രിസ്തുവിന്റെ ഉപദേശത്തിൽ നിലനിൽക്കാത്തവനൊന്നും ദൈവമില്ല. ക്രിസ്തുവിന്റെ ഉപദേശം വ്യഭിചാരം ചെയ്യരുത് എന്നാണോ? ആണെന്നുള്ളത് കരവേൽക്കുക. മോഹിക്കേണ്ടതിന് സ്ത്രീയെ നോക്കുന്നവൻ ആ കണ്ണ് ചൂന്നെടുത്ത് എറിഞ്ഞു കളയട്ടെ. ഇവിടെ നമുക്ക് ദൈവസ്നേഹത്തിൽ എനിക്കിന്നത് വിശദമായിട്ടൊന്നും പങ്കുവയ്ക്കാൻ ആഗ്രഹമുണ്ട്. പ്രിയപ്പെട്ടവരെ, ചുരുക്കമായിട്ടാണെങ്കിൽ നിങ്ങൾക്കത് മനസ്സിലാവും. നിങ്ങൾ ദൈവമക്കളാണ്, മനസ്സിലാവും. കർത്താവിൻ്റെ ഉപദേശം ഇന്ന് ലോകത്തിൽ കാണുന്ന ധർമ്മോപദേഷ്ടന്മാരുടെ ഉപദേശമല്ല. ഇന്ന് ധർമ്മോപദേഷ്ടന്മാരെ കൊണ്ട് പെന്തക്കോസ്ത് സഭകൾ നിറഞ്ഞുപോയി. ധർമ്മോപദേശം പഠിപ്പിക്കുന്ന സ്ഥലമല്ല ദൈവസഭ. ഞാൻ പറയട്ടെ, റോമാലേഖനം 3-21 വാക്യം അറിയാവുന്നതെന്ന് പറഞ്ഞേ. നിങ്ങൾ അറിയാവുന്നതാണ്, അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്. ന്യായപ്രമാണം പാപത്തിന്റെ പരിജ്ഞാനം മാത്രമേ. ഈ ധാർമ്മിക നിയമങ്ങൾ, 10 കൽപ്പനകൾ, 613 പ്രമാണങ്ങൾ പാപത്തിന്റെ പരിജ്ഞാനം ഉണ്ടാക്കുക മാത്രമേ ചെയ്യുന്നുള്ളൂ. തിമോഥെയോസിന്റെ 1 ലേഖനം 1-ാം അധ്യായത്തിന്റെ അതിന്റെ 3-4 വാക്യങ്ങളുമായി ബന്ധപ്പെട്ടു. ന്യായപ്രമാണം നീതിമാന്മാർക്ക് വേണ്ടിയുള്ളതല്ല. ന്യായപ്രമാണം പാപികൾ, നീചന്മാർ, കൊലപാതകികൾക്ക് വേണ്ടിയുള്ളതാണ് ന്യായപ്രമാണം. ദൈവമക്കൾക്കുള്ളതല്ല ന്യായപ്രമാണം. ന്യായപ്രമാണം ഒരു സ്കൂൾ ടീച്ചറാണ്, നഴ്സറി ടീച്ചറാണ്. നമ്മളെ ക്രിസ്തുവിലേക്ക് നടത്താനുള്ള ജോലിയാണ് ന്യായപ്രമാണത്തിൻ്റെത്. ന്യായപ്രമാണം രക്ഷിപ്പാൻ കഴിയുന്നതല്ല. ന്യായപ്രമാണം പാപത്തിന്റെ പരിജ്ഞാനമാണ് തരുന്നത്. പാപത്തെക്കുറിച്ച് അറിവ് കിട്ടിയതുകൊണ്ട് ആർക്കെങ്കിലും പാപത്തെ ജയിക്കാൻ പറ്റുമോ, രക്ഷിക്കാൻ പറ്റുമോ, പാപത്തെ രക്ഷിക്കാൻ പറ്റുമോ? ഇല്ല. അത് ക്രിസ്തുവിലേക്ക് നമ്മളെ നയിക്കും. ക്രിസ്തു നമ്മളെ രക്ഷിക്കും. ആ ഭാഗത്തേക്ക് ഞാൻ നിൽക്കാതെ ആ ഗ്രേറ്റ് കമ്മീഷൻ മാത്രം നിങ്ങളോടൊന്ന് പറയട്ടെ. ഇന്ന് എന്തുകൊണ്ട് സഭകളിൽ മിഷൻ ഫീൽഡിലേക്ക് ജനങ്ങൾ പോകുന്നുണ്ട്? ഉത്തരം നിങ്ങൾ പറയണം. നമ്മുടെ ചർച്ചിൽ ഇപ്പം ഉണ്ടായ ചെറുപ്പക്കാരിലെ അല്ലെങ്കിൽ ഉണ്ടായ ആൾക്കാരിലെ എത്ര പേര് ഈ ഗ്രേറ്റ് കമ്മീഷനിന്റെ വ്യവസ്ഥ പ്രകാരം മിഷൻ ഫീൽഡിലേക്ക് പോകുന്നുണ്ട്? എന്തുകൊണ്ട് ബൈബിൾ കോളേജിൽ മലയാളി കുട്ടികൾ, മലയാളികളായിരിക്കുന്ന വിദ്യാർത്ഥികൾ ഇല്ല? അങ്ങോട്ട് പൈസ കൊടുത്താണ് ആസാമിൽ നിന്നും മണിപ്പൂരിൽ നിന്നുമൊക്കെ നാഗാലാൻഡിൽ നിന്നൊക്കെ കുട്ടികളെ കൊണ്ടുവന്ന് ഇവിടെ പഠിപ്പിക്കുന്നത്. ഇപ്പം ഇല്ലെങ്കിൽ അവിടുത്തെ ഗ്രാൻഡിൽ നിന്ന് പോകും. ഇവിടുന്ന് കുട്ടികളെ അയക്കുന്നില്ല. എന്താ കാരണം? നമ്മൾ ഈ മഹാനിയോഗം മറന്നു.
നമ്മുടെ മക്കളിൽ ഒരാളെ ഈ മഹാനിയോഗത്തിലേക്കൊന്ന് വിടാൻ നമ്മൾ പോയിട്ട് വേണ്ട നമ്മുടെ മക്കൾ പോകാൻ. നമുക്ക് കാഴ്ചപ്പാടില്ല. അതാരെങ്കിലുമൊക്കെ ചെയ്യട്ടെ. സഭ മൾട്ടിപ്ലൈ ചെയ്യേണ്ടതാണ്. മൾട്ടിപ്ലൈ ചെയ്യേണ്ടതാണ്. കണ്ടില്ലേ? മൾട്ടിപ്ലിക്കേഷൻ കണ്ടില്ലേ? എന്താ കാരണം? പാസ്റ്ററുടെ കുറ്റം. പാസ്റ്റർ ശരിയല്ലേ? പാസ്റ്റർ മാറിയെന്നാൽ ഇപ്പൊ കിട്ടും എടുകുടുക്ക ചോറ് കറിയെന്ന് പറഞ്ഞാൽ വരുന്ന അത്ഭുതമെന്ന് പറഞ്ഞെന്നാൽ ആളെങ്കിലും വന്ന് കൂടും. അതെ, സഭയല്ല. അതെ, ആന്റിക്രൈസ്റ്റിന്റെ സഭ. ആന്റിക്രൈസ്റ്റിന്റെ സഭ ആൾക്കൂട്ടത്തെ വരുത്താൻ അവൻ തന്നെ അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്യും. ദൈവസഭയ്ക്കകത്ത് ഇവിടെ അത്ഭുതങ്ങൾ കാണാത്ത ഒരു കുടുംബം, ഒരു വ്യക്തി ഉണ്ടെങ്കിൽ ഒന്ന് കൈകർത്താം. ഈ ദൈവസഭയ്ക്കകത്ത് നിന്നിട്ട് പ്രാർത്ഥനകൾക്കത്ത ഒരു കുടുംബം ഉണ്ടെങ്കിൽ ഒന്ന് കരമുയർത്താം. സഭ അത്ഭുതങ്ങളാലുമാണ്, അടയാളങ്ങളാലുമാണ് വചനം ഉറപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോഴും. ഹല്ലേലൂയ. അത് സഭയ്ക്ക് ദൈവം കൊടുത്ത. പക്ഷേ അത്ഭുതം അടയാളം തന്നെ വേണമെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അത് ക്രിസ്തുവിൻ്റെതല്ലെന്നാണ്. ക്രിസ്തുവിനെ വെളിപ്പെടുത്താനാണ് അത്ഭുതങ്ങളും അടയാളങ്ങളും. ഇപ്പോഴും വേണ്ടത് അത്ഭുതങ്ങളും അടയാളങ്ങളുമാണോ ചോദിച്ചു കേട്ടോ. എന്താ വേണ്ടത്? യേശുവിനെയാണോ? എന്താ വേണ്ടത്? യേശുവിനെ മതിയെന്ന് പറ. ഇനി അത്ഭുതം അടയാളം കണ്ടിട്ടാണോ യേശു വിശ്വസിക്കുന്നത്? യേശു ഉള്ളവന്റെ കൂടെ അത്ഭുതങ്ങൾ അടയാളങ്ങൾ ഓരോ ദിവസവും പുറകെ വരും. ഹല്ലേലൂയ. അത്ഭുതത്തിന്റെ പുറകെ പോകുന്നവൻ പൊടിപ്പും തൊങ്കലും. എങ്ങനെ ഇന്നത്തെ കാലഘട്ടം ഈ സൂം മീറ്റിംഗ് എന്ന് പറയുന്ന സാധനം പരിശുദ്ധാത്മാവിനെ വേദനിപ്പിക്കുന്ന, അതിൻ്റെ പിന്നിലൊരു ദൈവിക പദ്ധതി ഉണ്ടായിരുന്നു. ജനങ്ങൾക്ക് കൂടി വരാനുള്ള അവസരമില്ലാതെ വന്നപ്പോൾ ഉണ്ടായത്. ഇപ്പൊ സൂം മീറ്റിങ്ങിനകത്തങ്ങ് സംതൃപ്തരാണ്. ഇന്ന് സ്വഭാവത്തിൽ വന്നിരുന്ന പാസ്റ്റർ, ഞാൻ അവിടെ യൂട്യൂബ് പവർ വിഷൻ കണ്ടു, അല്ലെങ്കിൽ ചാനൽ കണ്ടു, അല്ല പ്രസംഗം, ഞങ്ങൾ അവിടെ ആരാധന ഉണ്ടായിരുന്നു, കൈയടിച്ചു ആരാധിച്ചു. ചത്തതാണത്. അതിൻ്റെ പേര് ചത്ത സഭ എന്നാണ്. ജീവനുണ്ട് സഭ 2 or 3 പേർ എൻ്റെ നാമത്തിൽ കൂടി വരുന്നിടത്താണ് കർത്താവ്. അതിൻ്റെ മധ്യത്തിൽ കർത്താവ് ഒരു വചനപ്രകാരം തെളിയിച്ചതാമോ? ഒരു മനസ്സിന് കുളിർമ കിട്ടും, ആശ്വാസം കിട്ടും. അതിനകത്ത് പോയി ഒരു വചനം പ്രസംഗിച്ചെന്നാൽ വചനപ്രസംഗം, വചനത്തിന്റെ ജീവനുണ്ട്. പക്ഷെ സൂം മീറ്റിങ്ങിനകത്ത് സഭായോഗം കൂടിയിട്ട് സംതൃപ്തരായി നടന്നാൽ അത് ആത്മാവിൻ്റെതല്ലത്. എന്തുകൊണ്ട് ഞാൻ ചോദിക്കുന്ന ചോദ്യം ഇതാണ്, ഈ മഹാനിയോഗം എന്തുകൊണ്ട് നിങ്ങളുടെ വീട്ടിൽ നിന്നും ഒരു സുവിശേഷങ്ങൾ ഉണ്ടാകുന്നില്ല? എന്തുകൊണ്ട് നിങ്ങളുടെ വീട്ടിൽ നിന്നും ഈ മഹാനിയോഗത്തിന് ചെവി കൊടുപ്പാൻ, ചുമട് കൊടുപ്പാൻ ഒരാൾ ഉണ്ടാകുന്നില്ല? നിങ്ങളുടെ മക്കൾക്ക് ബുദ്ധിയില്ലാഞ്ഞിട്ടാണോ? നിങ്ങളുടെ മക്കൾക്ക് കഴിവില്ലാഞ്ഞിട്ടാണോ? തന്നു പോയി കർത്താവിന്. അതിന് വേറെ ആളെ നോക്കണം പാസ്റ്റേ. എൻ്റെ മക്കളെ ഞാൻ പഠിപ്പിച്ചത് എങ്ങനെയെങ്കിലും ഞാനിങ്ങനെ കാണുന്നുണ്ടൊരു 7 നില ഒക്കെ ഉള്ളൊരു വീട്. അത് അവളൊന്ന് വളർന്നു വന്നിട്ട് വേണം, അവനൊന്ന് വളർന്നു വന്നിട്ട് വേണം എനിക്കൊന്ന് തല ഉയർത്തിപ്പിടിച്ച്. കണ്ടോടാ, യേശു ആരാണെന്നറിയാമോ? കണ്ടോ, ഇത് കണ്ട, എൻ്റെ യേശു ഇങ്ങനെ തന്നെ അങ്ങനെ തന്നെന്ന്. ഓ, ഇവിടെയാണ് സഭ, ഈ ലോകത്തിന്റെ ദൈവം അവരുടെ മനസ്സ് കുരുടാക്കി കളഞ്ഞു. ഞാൻ പറയട്ടെ, ആഴ്ചയിൽ ഒരു ദിവസം ഒരു 2 മണിക്കൂർ ഈ ഗ്രേറ്റ് കമ്മീഷൻ നിങ്ങൾ അപ്പനും അമ്മയും കൂടെ കാണിച്ചു കൊടുക്കും മക്കൾക്ക്. അപ്പോൾ ഹല്ലേലൂയ, നിന്റെ കുഞ്ഞ് കണ്ടുവരുന്ന എൻ്റെ അപ്പൻ്റെ അമ്മയുടെയും ആത്മഭാരമാണ്. എൻ്റെ അപ്പൻ്റെ അമ്മയുടെ ആത്മഭാരമാണ്. ഹല്ലേലൂയ. കൊച്ചു പ്രായത്തിൽ വളർന്നു വരുമ്പോൾ ഞാൻ തീർത്തും പറയട്ടെ, എൻ്റെ മക്കൾ ഇപ്പോഴും, എൻ്റെ ഇളയ മോള് പറയുന്നത്, ജോലി എന്നോട് കർത്താവ് ഇടപെടുന്നെന്ന്, ജോലി രാജിവെച്ചിട്ട് ഞാൻ കർത്താവിൻ്റെ വേല ചെയ്യാനുള്ള തീരുമാനത്തിലാണ്.
രണ്ടാമത്തോടെ ഭർത്താവ് അനുഗ്രഹീതരായിരിക്കുന്ന പ്രഭാഷകൻ. അവന് അനേക ബൈബിൾ കോളേജിൽ പഠിപ്പിക്കുന്നവനും അനേക കൺവെൻഷനിൽ പ്രസംഗിക്കുന്ന ആളും ഫുൾ ടൈം ദൈവവേലക്കാരനാണ്. മൂത്തമോള് ബൈബിൾ കോളേജ് ഇപ്പോൾ പറഞ്ഞ അവരുടെ ആത്മീയ കാര്യങ്ങളിൽ കുറച്ച് മാറ്റങ്ങൾ വരാനൊക്കെ ഉണ്ട്. അതൊക്കെ ദൈവം തന്നെ ചെയ്യേണ്ടതാണ്. പക്ഷേ വിളിയും തെരഞ്ഞെടുപ്പും അത് തന്നെയാണ് എൻ്റെ പദ്ധതി. പക്ഷെ ഇച്ചിരി ഇത്രയും ഈ ഗ്രേറ്റ് കമ്മീഷനെ കുറിച്ചുള്ള വെളിപ്പാട് എനിക്കുണ്ടായിരുന്നെങ്കിൽ ഞാനിവരെ 3 വരെയും ബൈബിൾ കോളേജിൽ പഠിപ്പിക്കുന്നതാണ്. അത്രേ ഉള്ളൂ. ഞാൻ പഠിപ്പിച്ചതുമല്ല അവരെ BS നേഴ്സിൽ പഠിപ്പിച്ചത്, ഞാൻ പഠിപ്പിച്ചതുമല്ല. ഒരു പൈസ ചിലവാക്കിട്ടില്ല. ഹല്ലേലൂയ. ഒഴുകിപ്പോയി. അങ്ങനെ അന്നെന്ത് ചെയ്യുന്നൊരു പദ്ധതി ഉണ്ടായിരിക്കാം, എന്തോ അങ്ങനെ ആയി മാറി. ഞാൻ പറയട്ടെ, ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട് കർത്താവേ, അവർക്കൊരു പൊസിഷന്മാർ കല്യാണം നടക്കണം, അവർ നാളെ ദൈവനാമം അവരോട് ദുഷിക്കരുത് എന്ന വിധത്തിൽ പ്രാർത്ഥിച്ചിട്ടുണ്ട്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ മഹാരാജാവിൻ്റെ വിളി എന്താണെന്നറിയാമോ? ഒറ്റ കോളി. സി.ടി. സ്റ്റഡ് എന്ന് പറയുന്ന ശതകോടീശ്വരനായിരുന്ന മനുഷ്യൻ, ഇംഗ്ലണ്ട് ഏകദിന ക്രിക്കറ്റ് പ്ലെയറായിരുന്ന മനുഷ്യൻ, അന്നത്തെ ഇംഗ്ലണ്ടിലെ പ്രഭു കുടുംബത്തിൽ 101 മുറികളുള്ള കുടുംബ വീടുള്ള മനുഷ്യൻ, തൻ്റെ അപ്പൻ്റെ സ്വത്തുക്കൾ മുഴുവനും ഒറ്റ കോളിങ്ങിൽ അന്ന് ദൈവരാജ്യത്തിന് എഴുതി കൊടുത്തിട്ട് ഒന്നുമില്ലാത്ത, കല്യാണം പോലും കഴിക്കാതെ ഒന്നുമില്ലാത്തവനായിട്ട് ആഫ്രിക്കയിലേക്ക് പോയി. മൂടൻ ഭൂഷൻ. അവസാനം അമേരിക്കയുടെ ഇന്നത്തെ ഉയർച്ചയ്ക്ക് അറിയാമോ നിങ്ങൾക്ക്? അമേരിക്കയുടെ വളർച്ചയുടെ രഹസ്യം എന്താണെന്നറിയാമോ? ഏകദേശം ഒരു 500 വർഷത്തിന് മുമ്പ് അവർക്ക് ഈ ഗ്രേറ്റ് കമ്മീഷന് വേണ്ടിയിട്ട് അമേരിക്ക എന്ന രാജ്യം ചുമല് കൊടുത്തു. എൻ്റെ അറിവില് ഏതാണ്ട് 50,000 മിഷണറിമാരെ അവരയച്ചു എന്നാണ് ഞാൻ എൻ്റെ ചരിത്രത്തിൽ നിന്നും മനസ്സിലാക്കുന്നത്. 50,000 മിഷണറിമാരെ അമേരിക്ക ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങൾ അവരിങ്ങനെ കൂട്ടി വരികയാണ്. എനിക്ക് പോകണം, ദൈവവേലയ്ക്ക് വേണ്ടി എനിക്ക് പോകണം എന്ന് പറഞ്ഞു ഓടി വന്നു. ആദ്യം 50,000 5,000 എനിക്ക് എന്തോ അല്ല കണക്ക് മാത്രം ആദ്യത്തെ പോയ മിഷണറി ഇവിടെ സുഖലോലുപതയിൽ ജീവിക്കുന്നവരാ. പോയി അവിടെ ചെന്ന് അവിടുത്തെ അണുബാധയേറ്റ ഒറ്റയാഴ്ച കഴിഞ്ഞപ്പോൾ ഒരു യൗവനക്കാരൻ അവിടെ വെച്ച് മരിച്ചു. തിരിച്ചു കൊണ്ടുപോയ വസ്ത്രവും ഇത് കണ്ടിട്ട് ആ ദേശത്തുനിന്ന് വീണ്ടും അനേകർ മിഷണറിയായിട്ട് പോകാൻ തയ്യാറായി. ജീവനെ അവഗണിക്കുന്നതാണ് ഈ മിഷൻ പ്രവർത്തനം എന്ന് പറയുന്നത്. സമ്പത്തിനെ അവഗണിക്കുന്നതാണ്. സുഖലോലുപതകളെ വലിച്ചെറിയുന്നതാണ്. ഹല്ലേലൂയ. കർത്താവ്, എൻ്റെ കർത്താവ് എന്നെ വിളിച്ചപ്പോൾ എന്നോട് ഈ ഗ്രേറ്റ് കമ്മീഷനോട് ഇടപെട്ടത് പത്രോസിൻ്റെ 1-ാം ലേഖനം അതിൻ്റെ 2-ാം അധ്യായത്തിൽ നിന്നുള്ള വാക്യങ്ങൾ, 3-ാം അധ്യായത്തിൽ നിന്നോ 2-ാം അധ്യായത്തിൽ നിന്നുള്ള വാക്യങ്ങളാണ്. ഇങ്ങനെ ശരീരത്തിൽ ശേഷിച്ചിരിക്കുന്ന കാലം ഇനി നിനക്കായിട്ടല്ല, നിന്നെ വിളിച്ചവൻ്റെ കഷ്ടമനുഭവിച്ചത് ഇതിനാണ്, ഇനി ഇതിനു വേണ്ടിയിട്ടല്ലെന്ന് പറഞ്ഞു. ഒറ്റ വിളി. ഞാൻ പറഞ്ഞ കർത്താവ് 3 പെൺകുട്ടികളാണ്, ഒരു കുടുംബമുണ്ട് എന്നൊക്കെ പറഞ്ഞപ്പോൾ 4-ാം അധ്യായം 1 പത്രോസ് 4-ാം അധ്യായം. അപ്പോൾ ദൈവമക്കളെ, ഞാൻ ഓർപ്പിച്ചത് ഇത്ര മാത്രമേ ഉള്ളൂ. ഈയൊരു വിളി ഇന്ന് നിങ്ങളെ വിളിക്കുന്നു. ആർ എനിക്ക് വേണ്ടി പോകും? ആർ എനിക്ക് വേണ്ടി പോകും? ആർ നിനക്ക് വേണ്ടി ജീവിക്കും, നഷ്ടമാക്കും? ആർ എനിക്ക് വേണ്ടി പോകും, ലാഭമാക്കും? ഹല്ലേലൂയ. ലാഭത്തിന്റെ കച്ചവടമാണ് ഞാൻ പറയുന്നത്. ഇത് നഷ്ടക്കച്ചവടമല്ല, ഇത് ലാഭക്കച്ചവടമാണ് പറയുന്നത്. എൻ്റെ അനുഭവത്തിൽ നിന്നാണ് പറയുന്നത്. ഹല്ലേലൂയ. ഇത് ലാഭക്കച്ചവടമാണ്. ആദ്യമൊക്കെ ചിലപ്പോൾ ജീവനെ അവഗണിക്കേണ്ടി വന്നേക്കാം, ചിലപ്പോൾ ലോകം നമ്മളെ തള്ളിപ്പറഞ്ഞെന്ന് വന്നേക്കാം, ഇവരൊരു പോഷനാണെന്ന് പറഞ്ഞേക്കാം. ഇതാണ് സുവിശേഷം, ഇതാണ് റോയൽ കോളിംഗ് എന്ന് പറയുന്നത്. ഹല്ലേലൂയ. അവസാനം എന്ത് പറ്റി? ഞാൻ എൻ്റെ മക്കളെ അല്ലെങ്കിൽ എൻ്റെ കുടുംബത്തെ ഈ ദൈവത്തിൻ്റെ വിളിക്ക് വേണ്ടി വിട്ടുകൊടുത്തില്ല. അവസാനം മക്കളെ വഴിയായി. പിന്നെ അവരുടെ കൊച്ചുമക്കൾ വന്നപ്പോഴത്തേക്ക്
അവർക്ക് മക്കളുടെ വഴിയും വേണ്ട, അപ്പൻ്റെ വഴിയും വേണ്ട, ദൈവ മക്കളുടെ വഴിയും വേണ്ട എന്നുള്ള വഴിയിലായി. അങ്ങനെ ചരിത്രം പറയുന്ന അങ്ങനെ. എങ്ങനെയാണ് സഭകൾ ഇന്നിങ്ങനെ മുരടിച്ചു പോകുന്നത്? ഇവിടെ ഒന്ന് തമ്മിൽ ഒന്ന് ഹസ്തദാനം ചെയ്യാൻ കഴിയാത്തതെന്താ? ഒന്ന് തമ്മിൽ ചിരിക്കാൻ കഴിയാത്തതെന്താ? ഒരു കൂട്ടായ്മയ്ക്ക് വരാൻ കഴിയാത്തതെന്താ? എന്തിനാ കർത്താവ് നമ്മളെ വീണ്ടെടുത്തത്? ഹല്ലേലൂയ. അത് ഞാൻ ഈ ഗ്രേറ്റ് കമ്മീഷൻ പറഞ്ഞതാണ്. ഹല്ലേലൂയ. ഞാൻ ചുരുക്കി പറഞ്ഞാൽ നിർത്തട്ടെ. ഇതാണ് നമ്മളെ കുറിച്ചുള്ള വിളി. എൻ്റെ വീട്ടിൽ നിന്നും ഒരു മകനെ പഠിപ്പിച്ചോ, എത്ര ഡിഗ്രി വരെ പഠിപ്പിച്ചോ, പഠിപ്പിച്ചിട്ട് ഇറങ്ങി വരുമ്പോ നല്ല ജോലി വരുമ്പോ പറയണം, എടാ ജോലി റിസൈൻ ചെയ്യും, എടി ജോലി റിസൈൻ ചെയ്യും, പോ യേശുവിന് വേണ്ടി മരിക്കാൻ, പോ യേശുവിന് വേണ്ടി കഷ്ടം സഹിക്കാൻ പോ എന്ന് പറയണം. അത് പഠിപ്പിക്കുന്നതല്ല. പക്ഷെ പഠിപ്പിച്ച് കഴിഞ്ഞാൽ പിന്നെ സംഗതി പോകാതെ പിന്നെ അവരുടെ കീശയ്ക്കകത്ത് പണമില്ലെങ്കിൽ അവർക്ക് കഷ്ടം സഹിക്കാനുള്ള പ്രയാസം. അതുകൊണ്ട് അത് ഒരു വശം. അല്ലെങ്കിൽ അതുപോലെ ആത്മഭാരം അവരുടെ ഉള്ളിൽ ഉണ്ടാകണം. നമ്മൾ ദൈവവേലയിൽ ജാഗ്രതയുള്ളവരായി തീരണം. ആയിക്കോട്ടെ, ഞാൻ അവിടെ നെക്സ്റ്റ് സ്റ്റെപ്പിലേക്കൊക്കെ ഇറങ്ങി. ഞാൻ സിറ്റിസ്റ്റഡിൻ്റെ കാര്യം മാത്രമല്ല, അമേരിക്കയിൽ പോയി അവസാനം അമേരിക്കയിൽ പോയ ചെറുപ്പക്കാരാണ് ലോകത്തെ ഇളക്കി മറിച്ച്. അറിയാമോ എന്താ ഇന്ന് അമേരിക്ക? അന്ന് അമേരിക്ക വെറും താഴ്ന്ന ഒരു രാജ്യമാണ് ഈ പറയുന്ന സമയത്ത്. അന്ന് അമേരിക്ക ലോകത്തിൻ്റെ മനുഷ്യശക്തിയൊന്നുമല്ല, ലോകത്തിൻ്റെ പോലീസുകാരൊന്നുമല്ല. ഇന്ന് അമേരിക്ക എന്ന് പറയുമ്പോഴത്തേക്കുണ്ടല്ലോ, ഇപ്പം ആ പറഞ്ഞ ആത്മഭാരമൊക്കെ മാറി. എന്നാലും അവരൊരു നാണയം എടുത്താൽ, അവരൊരു നോട്ടെടുത്താൽ അതിൻ്റെ ബാക്കിൽ അവരെഴുതും, ഞങ്ങൾ ദൈവത്തെയാണ് ആശ്രയിക്കുന്നത്. അവർക്ക് ദൈവത്തെയാണോ? അതുപോലെ ഇംഗ്ലീഷുകാരെ നോക്കിയേ, ബ്രിട്ടീഷുകാരെ നോക്കിയേ, ദൈവം അവർക്ക് അവിടെയാ ഉണർവ് നടന്നിട്ടുള്ളൂ. അവിടെയാ അവർക്കിപ്പോൾ ദൈവം എന്ന് പറഞ്ഞ കഥ കെട്ടുകഥയാ. ദൈവമക്കളെ, നമ്മളൊരിച്ചിരി മറന്നാൽ നമ്മുടെ മക്കൾ 100 വട്ടം മറന്നിരിക്കും. പിന്നെ അടുത്ത തലമുറ ദുഷിച്ചിരിക്കും. അടുത്ത തലമുറ ദൈവം രക്ഷയില്ലെന്ന് ചോദിക്കും. ഗ്രാൻഡ് ഫാദറിനോട് ചോദിക്കും, ഗ്രാൻഡ് മായോട് ചോദിക്കും, നിങ്ങൾക്ക് രക്ഷയില്ല ഇങ്ങനെ പ്രാർത്ഥിക്കാൻ. എന്താ കാരണം? ഇത് പിശാചിന്റെ അതിശക്തമായ പ്രവൃത്തികൾ നിറഞ്ഞു നിൽക്കുന്ന ഒരു ലോകത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. മനസ്സിലാക്കണം, അന്ത്യകാലഘട്ടമാണിത്. അതുകൊണ്ട് ഇപ്പൊ ജോലിക്കും നല്ല വിദ്യാഭ്യാസത്തിനൊക്കെ വിടുന്ന മാതാപിതാക്കൾ പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങളുടെ കണ്ണുനീരൊന്നും പോരാ. കർത്താവേ, ജോലിയോടുകൂടെ ദൈവവേല അതൊരു തട്ടിപ്പാണ്. ഈ ജോലിയോടുകൂടെയുള്ള ദൈവവേല ഒരു തരത്തിലും തട്ടിപ്പാണ്. പിന്നെ അങ്ങനെ പ്രത്യേക നിയോഗമുള്ളവർ എനിക്കറിയാം. അങ്ങനെയുള്ളവർ ജോലി അവരുടെ സെക്കൻഡറിയാണ്. അവരെ ആ ദൈവവേലയ്ക്കാണ് മുൻതൂക്കം കൊടുത്തിരിക്കുന്നത്. ഇവിടെ ഒരു എഡ്വിൻ എന്ന് പറഞ്ഞ ദേവദാസനുണ്ടായിരുന്നു. ഗസറ്റഡ് ഉദ്യോഗസ്ഥനാണ്. ഓഫീസിൽ നിന്ന് ഇറങ്ങാൻ വേണ്ടി ഇങ്ങനെ കാത്തു നിൽക്കുമ്പോൾ അത് വിശേഷകര് പക്ഷേ ഇന്ന് അവിടെ പോകണം, ഇന്ന് ഇവിടെ പോകണം, ചെല്ലുന്നിടത്ത് ഇങ്ങനെ ഇരിക്കുക. പ്രൈസലോ, ഒരു ഞങ്ങളുടെ കൂട്ടായ്മയ്ക്കകത്ത് കുറച്ച് ആൾക്കാരെ വിളിച്ചിട്ടുണ്ട്. അദ്ദേഹം ഇൻ ദ നെയിം ഓഫ് ജീസസ് ഇങ്ങനെ പറയുമ്പോൾ വന്ന ഭൂതാത്മ ബാധകളുള്ളവരെല്ലാം മറിഞ്ഞു വീഴും. ഈ മറിഞ്ഞു വീഴുന്നത് പുറകോട്ട് വീഴുന്നില്ലേ, ഇങ്ങനെ അത് ഭൂതാത്മാവാണ്. ദൈവാത്മാവുള്ളവർ കവിണ്ണെ വീഴുന്നത് ഇങ്ങനെ ഇൻ ദ നെയിം ഓഫ് ജീസസ് എന്ന് ദൂരത്തു നിന്നുകൊണ്ട്. അദ്ദേഹത്തിൻ്റെ ആരാധന ആദ്യമായിട്ട് വന്ന സഭയ്ക്കകത്ത് അത് കുറച്ച് അന്യാരാധന സേവകളൊക്കെ ഉള്ള ഒരു സ്ത്രീയാണ്. ഇങ്ങനെ ഇൻ ദ നെയിം ഓഫ് ജീസസ് പറഞ്ഞില്ല, അറിഞ്ഞടിച്ച് പുറകോട്ട് വീട്. അത് ഭൂതാത്മാവിനാൽ ബാധിക്കപ്പെട്ടവരാ. ഞാൻ പറയുന്നത് ഇന്നും അത് അതുപോലെ സംഭവിക്കും. അതുപോലെ ഭൂതാത്മാവുള്ളവർ. പിന്നെ ഇവിടെ നിങ്ങളിലും എന്നിലും ഒക്കെയുള്ള ഭൂതാത്മാക്കൾ വിട്ടുപോണെങ്കിൽ ഇൻ ദ നെയിം ഓഫ് ജീസസ് എന്നല്ല, 100 നെയിം ഓഫ് ജീസസ് പറഞ്ഞാൽ പോകുന്നില്ല. അത് വിട്ടോടെ നിങ്ങൾക്കും എനിക്കും കൂടെ നമുക്കൊരു സമർപ്പണം വേണം. എനിക്ക് വേണ്ട ഇവനെന്ന് ഞാൻ കയറ്റി വെച്ചിരിക്കുന്നതാണ്. അത് നമ്മൾ തീരുമാനിക്കണം. ഞാൻ ഈ ഗ്രേറ്റ് കമ്മീഷന്റെ അടുത്ത 1-ാമത്തെ ഒരു കാര്യമെന്ന് പറയുന്നത്, ഞാൻ നിങ്ങളെ
ഉപദേശിച്ച ആ വാക്യം ഇപ്പോഴും മനസ്സിലാക്കാൻ അങ്ങനെ ഞാൻ നിങ്ങളോട് കൽപ്പിച്ചത് എന്താ? പുതിയ നിയമത്തിന്റെ കൽപ്പന സ്നേഹം മാത്രം. പുതിയ നിയമത്തിന് ഒറ്റ കൽപ്പനയോ, ഞാൻ നിങ്ങളെ സ്നേഹിച്ചു. ഇതുപോലെ നിങ്ങൾ തമ്മിൽ സ്നേഹിപ്പിൻ. ലോകത്തിൽ നമുക്ക് ഏത് കൽപ്പനയും അനുസരിക്കാം. ഈ സ്നേഹമെന്ന് പറയുന്ന കൽപ്പന അനുസരിക്കാൻ പറ്റിയ ഒരു ശരീരം നമുക്കില്ലെന്ന് ഞാനൊന്ന് അംഗീകരിക്കണം. എന്ന് വെച്ചാൽ ഞാൻ ഈ കാണിക്കുന്ന സ്നേഹത്തിനകത്ത് 3/4 ഭാഗവും പൂച്ച. ഞാൻ ഈ കാണിക്കുന്ന എൻ്റെ സ്നേഹം നിങ്ങളുടേതാണ്, എൻ്റേതാണെങ്കിൽ ഒരു 95% പൂച്ച. നിങ്ങൾക്ക് സമാധാനമായല്ലോ. ഞാനേതാണ്ട് എൻ്റെ മാതൃകയൊന്നും അല്ല പിന്തുടരണം. എന്നെ സ്നേഹമെന്ന് പറയുന്നതിൻ്റെ കണികയില്ല. നമ്മുടെ സ്നേഹം എന്നൊക്കെ പറഞ്ഞെന്നോ ഒന്ന് കണ്ടാൽ ചിരി എന്നൊക്കെ പറഞ്ഞാൽ എന്തൊരു ചിരിയാണിത്. ഇങ്ങനെ അങ്ങോട്ട് ചിരിച്ചങ്ങോട്ട് കാണിച്ചിട്ട് ഓടിച്ചു തൊട്ട് സഹോദരി ആ അമ്മാമ്മേ എന്ന് പറഞ്ഞ് കൈയുടെ അങ്ങോട്ട് കൊടുത്തങ്ങോട്ട് കെട്ടിപ്പിടിക്കും. അകത്ത് ഇരിക്കുന്നത് കഴിഞ്ഞ ദിവസം പോയ വഴിക്ക് അമ്മാമ്മ നമ്മളെ കണ്ടിട്ട് മിണ്ടാതെ പോയത്. ഉള്ളിലിരിക്കുന്ന എല്ലാം കൂടെ അകത്തിട്ടുണ്ട്. ഇങ്ങനെ അഭിനയിക്കാൻ നമ്മളെ എങ്ങാനും സിനിമയ്ക്കകത്ത് എങ്ങാനും എടുത്താറുണ്ട്. ഇന്ത്യൻ നാഷണൽ അവാർഡൊക്കെ നമുക്കായിരിക്കും കിട്ടുന്നത്. കാരണം അകത്ത് മുഴുവനും എന്തൊക്കെക്കാരായ ഞാൻ പറഞ്ഞ എൻ്റെ കാര്യം ഞാൻ പറയാം. നമുക്ക് അഭിനയിക്കാൻ മികവാണ്. കാരണം നമുക്ക് ധാർമ്മിക ബോധമുണ്ട്. നമുക്ക് നീതിബോധമില്ല, ധാർമ്മിക ബോധമുണ്ട്. ധാർമ്മിക ബോധം എന്ന് വെച്ചാൽ ഇപ്പം എനിക്ക് നിങ്ങളിൽ ഏറ്റവും കൂടുതൽ നന്നായിട്ട് എല്ലാവരെയും പരിചരിക്കാനും സ്നേഹിക്കാനും കഴിയണം. അതിൻ്റെ ആപേക്ഷികമാണ്. എങ്ങനെ എനിക്ക് നിങ്ങളെക്കാൾ കൂടുതൽ കഴിയും. ഇപ്പം എനിക്കൊരു 75% കഴിഞ്ഞു. 75% കഴിഞ്ഞു. തിമോത്തിക്ക് 76% കഴിഞ്ഞു. എന്നേക്കാൾ കൂടുതൽ അപ്പച്ച കാണിക്കുന്നതിനേക്കാൾ ഇച്ചിരി കൂടുതൽ ചിരിച്ച് കാണിക്കണം. ഉള്ളിലൊന്നുമില്ലെന്ന് വിചാരിച്ചു. ഉടനെ വിജയ് വിചാരിക്കുക തിമോത്തിയേക്കാൾ കൂടുതൽ എനിക്ക് കാണിക്കണം. ഇതെല്ലാം അനാപേക്ഷികമാണ്. ഇതെല്ലാം പുറത്തുനിന്ന് വരുന്നതാണ്. എന്നാൽ നീതിയുടെ ബോധമെന്ന് പറയുന്നത്, പഥ്യവചനമെന്ന് പറയുന്നത് ക്രിസ്തു എങ്ങനെ നിന്നെ സ്നേഹിച്ചു. ഹലോ, ക്രിസ്തു എങ്ങനെ നിന്നെ സ്നേഹിച്ചു. അതുപോലെ ക്രിസ്തുവിനെ പോലെയാണ്. ക്രിസ്തുവിനെ പോലെ സ്നേഹിക്കണം. ഇതാണ് അവൻ കൽപ്പിച്ചത്. ഗുരുവിനെ പോലെ ആകണം, അത് മതി. യേശുവിന്റെ സ്വരൂപത്തോട് അനുരൂപരാകണം. മോശയുടെ സ്വരൂപത്തോടല്ല അനുരൂപരാകേണ്ടത്. മോശയ്ക്ക് ഒരുപാട് കുറവുണ്ട്, അബ്രഹാമിന് ഒരുപാട് കുറവുണ്ട്. അവരൊക്കെ ദൈവം നീതീകരിച്ചവരാ. യേശു ദൈവം നീതീകരിച്ചവനല്ല, അവൻ നീതിമാനായ ദൈവമാണ്. നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? ഇത് ഞാനൊരു 10 ആഴ്ച എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഒരുപക്ഷെ മനസ്സിലാകുമെന്ന് ഞാൻ ചിന്തിക്കുന്നത് ഈ ചർച്ചിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ നീതിമാനെന്ന് പറയുന്ന, നല്ല മനുഷ്യൻ എന്ന് പറയുന്ന വ്യക്തി ആരാ? ഇതെല്ലാം നമ്മുടെ ശരാശരിയാണ്. എങ്ങനെ? ഏകദേശം 100 ഒരു 90. നമ്മുടെ ശാസ്ത്രത്തിന് കണക്കറിയാവോ? ശാസ്ത്രം പറയുന്നത് ഒരു മനുഷ്യൻ, ആ മനുഷ്യനുള്ളതിൻ്റെ യഥാർത്ഥത്തിൻ്റെ 2% അവൻ്റെ പുറത്തു വന്നാൽ അവനൊരു അമാനുഷികനാണെന്നാണ്. ഇന്നത്തെ 2% അവൻ്റെ കഴിവുകൾ, ദൈവത്വം 2% ഒരു മനുഷ്യൻ്റെ ഉള്ളിലുള്ള ദൈവത്വം പുറത്തേക്ക് വന്നാൽ, അത്രയൊന്നും മോശയ്ക്ക് വന്നിട്ടില്ല. 2% വന്നാൽ മോശ ഇതിനൊക്കെ മോളിപ്പോയല്ലേ.
2% കൊന്ന എലിയാവൊക്കെ ഇതിന്റെ മുകളിലേക്ക് പോയാനെ. അപ്പൊ എന്റെ എവിടെ കിടക്കുന്നത്? ഞാനെവിടെ കിടക്കുന്നത്? യേശുവിനെ പോലെ 100% മാറണം. യേശുവിനെ പോലെ 100% മാറണം. ഒറ്റ വാക്കിൽ നിങ്ങളുടെ മുഖത്ത് കാർക്കിച്ചു തുപ്പുമ്പോൾ പിതാവെ അങ്ങ് ഇത് അനുവദിച്ചു. തുപ്പൊന്നും വേണ്ട, കണ്ടിട്ട് ഇങ്ങനെ തിരിഞ്ഞു പോയാൽ പിന്നെ അന്നത്തെ ദിവസം മുഴുവൻ നമ്മുടെ ചിന്തയും ഭാരം അത് തന്നെ. ഇവിടെ ദൈവം അനുവദിച്ചിട്ടല്ലേ കണ്ടിട്ട് തിരിഞ്ഞു പോയത്. ദൈവീകതയെ തിരിച്ചറിയാൻ കഴിയാത്ത ഈ കാലഘട്ടത്തിൽ അവൻ കൽപ്പിച്ചതൊക്കെയും പ്രമാണിക്കണം. ഹല്ലേലൂയ. ഒരു വസ്ത്രം ചോദിച്ചാൽ 2 കൊടുക്കണം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. നിന്നെ ഒരാളെ മൂഢ എന്ന് വിളിച്ചാൽ, ദോഷ എന്ന് മനസ്സിൽ ചിന്തിച്ചാൽ, കൊലപാതകം മനസ്സിനകത്ത് നിറഞ്ഞിരിക്കുന്ന പാപം ഉണ്ടല്ലോ, നമ്മുടെ ആരും കാണുന്നില്ല. ദൈവം പ്രവൃത്തിയെ നോക്കുന്ന ദൈവമാണെന്നാണോ ചിന്തിക്കുന്നത്? നോക്കും, പക്ഷെ ദൈവം മനസ്സും കൂടെ നോക്കും. എന്താ മനസ്സിനകത്ത്? ഞാനത് കൊടുത്തപ്പോൾ, ഞാനത് ചെയ്തപ്പോൾ, ഞാൻ ഇന്നത്തെ പ്രസംഗമെല്ലാം കാഴ്ചവെച്ചപ്പോൾ ഇങ്ങോട്ട് വന്നിട്ട് എൻ്റെ അടുത്ത് വന്നിട്ട് സഹോദരൻ പറഞ്ഞു, എൻ്റെ പാസ്റ്റർ ഇത് ഇവിടുന്ന് കിട്ടിയത് എന്ത് നിക്ഷേപമാണിത്. എനിക്ക് ഭയങ്കര സന്തോഷം. ഒരാൾ വന്നിട്ട് പറയാ, അയ്യോ പാസ്റ്റേ ദേവി ചെയ്തിട്ട് നിങ്ങളുടെ ഈ പ്രസംഗം ഒന്നും നിങ്ങളേതോ ഈ യൂട്യൂബിൽ നിന്നൊക്കെ കേട്ടിട്ടല്ല ഈ പ്രസംഗിക്കുന്നത്. ദയവ് ചെയ്തിട്ട് പറഞ്ഞില്ലേ ഇനി ഇങ്ങനെയൊന്നും പ്രസംഗിക്കാതിരിക്കാവും എന്ന് ചോദിച്ചു. ഇടാവണായി ഞാനാവണം, എൻ്റെ ദൈവമേ ഞാൻ ഇത്രയൊക്കെ ആയിട്ടെങ്കിൽ ഞാൻ തളരത്തുമില്ല, ഞാൻ ഉയരത്തുമില്ല. കാരണം ഞാനല്ല പ്രസംഗിക്കേണ്ടത് എന്നിലുള്ള ക്രിസ്തുവാണ്. ഞാൻ ക്രിസ്തുവിൻ്റെ സ്ഥാനത്ത് മരിച്ചു, ക്രിസ്തു എന്നിൽ ജീവിച്ചു. പറയാൻ എളുപ്പ. ഹല്ലേലൂയ. ക്രിസ്തു എന്നിൽ. ആരെങ്കിലും എൻ്റെ പ്രസംഗത്തെ, എൻ്റെ കാര്യത്തെ ചോദിക്കുന്നെങ്കിൽ അത് കർത്താവിൻ്റെ പ്രസംഗത്തെ അല്ലെങ്കിൽ കർത്താവിൻ്റെ സ്നേഹത്തെ ചോദ്യം ചെയ്തു. ഇതിനകത്ത് എന്തെങ്കിലും സംശയമുണ്ടോ? ഒരു ദിവസം വിധി ദിവസമുണ്ട്. വിധി ദിവസത്തിൽ തെളിയിക്കപ്പെടുമല്ല. ഇന്ന് നമുക്ക് കൃപയുടെ കാലമാണ്. പെട്ടെന്നെങ്ങാനും അനന്യാസിനെ പോലെ വീഴാനൊക്കെയാണ് ഇപ്പോൾ അധ്വാനിക്കുന്നത്. അനന്യാസ് ഒറ്റ ദിവസം കൊണ്ട് ഒരു ചില സാമ്പത്തികത്തെ പറയും, മനസ്സിനകത്ത് നീന്തിച്ചു പുറത്ത് പറഞ്ഞ് കാണിച്ചു. പത്രോസ് പറഞ്ഞു, ഇത്രയ്ക്കോ? അവിടെ വീണു. നമ്മുടെ ഇടയിൽ എത്ര വട്ടം വീഴുന്നത്? എത്രയോ തവണ. ഹല്ലേലൂയ. ഞാൻ പറയുന്നത് ഇത് അന്ന് പരിശുദ്ധാത്മാവിന്റെ തുടക്കത്തിന്റെ തെളിവിന് ചെയ്തത് അത് കർത്താവ്. ഇത് കൃപയുടെ സമയമായതുകൊണ്ട് ഒരു വിധി ദിവസമുണ്ട്. സകലവും പുറത്തു കൊണ്ടുവരും. നിങ്ങളുടെ മുമ്പിൽ നിന്ന് പ്രസംഗിക്കുന്ന ഈ സുവിശേഷകനാകുന്ന എൻ്റെ ജീവിത ശൈലിയും എൻ്റെ മനോഭാവങ്ങളും എൻ്റെ ശരീരവും കൂടെ കർത്താവിനെ കൊണ്ടുവരും. അന്നാണ് എനിക്ക് പ്രതിഫലമുള്ളത്. അവിടെയാണ് എനിക്ക് നിലനിൽക്കേണ്ടത്. എനിക്ക് നിങ്ങളുടെ മുമ്പിൽ പൊങ്ങണ്ട. എനിക്ക് നിങ്ങളുടെ താഴ്ച വിഷയമില്ല, ഉയർച്ച വിഷയമില്ല. പറഞ്ഞില്ലേ, എത്ര നിന്ദിച്ചാലും ഞാൻ ഈ പഥ്യവചനമേ പ്രസംഗിക്കുന്നുണ്ട്. ധർമ്മോപദേഷ്ടാവാൻ എനിക്ക് മനസ്സില്ല. നല്ലത് ജയിപ്പിക്കാനല്ല എൻ്റെ ജോലി, ക്രിസ്തുവിനെ പോലെ ആക്കുന്ന എൻ്റെ ജോലി. അവൻ നിങ്ങളോട് കൽപ്പിച്ചത് പ്രമാണിക്കണം. ഹല്ലേലൂയ. മോഹിക്കരുത്. എന്താ ഇന്നത്തെ പ്രവചനം? ഒരു പ്രവാചകൻ ഇവിടെ കൊണ്ടുവന്നു. നിങ്ങൾ വിളിച്ചിട്ട് ഒരു പ്രവാചകൻ വരട്ടെ. ഒരു പ്രവാചകൻ വിളിച്ചുകൊണ്ട് വന്നിട്ട് ഇവിടെ ഒന്ന് പ്രവചിപ്പിച്ചേ. ഞാൻ കാണുന്നു. എന്താ പ്രവാചകനെ കാണുന്നത്? നിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി വരുന്നു. എന്നിട്ട് പോയി അദ്ദേഹം പോയി കലണ്ടറിന്റെ പുറകിൽ പോയി എഴുതിയിട്ടു, കുട്ടി പെണ്ണ്. പുറകിലായിരുന്നു, ആരും കണ്ടില്ല. പിറ്റേ പ്രാവശ്യം പ്രവാചകൻ വന്നപ്പോൾ കുട്ടി എന്താണ്? ഉടനെ പറഞ്ഞു, പാസ്റ്റർ കുട്ടി പെണ്ണാണ്. ഇതൊക്കെ ദൈവാത്മാവിലേക്ക് അപ്പോഴേ വെളിപ്പെടുത്തി. കുട്ടി പെണ്ണാണെന്ന് അപ്പോഴേ വെളിപ്പെടുത്തി തന്നില്ലേ? അതെങ്ങനെ പാസ്റ്റർ വെളിപ്പെടുത്തി? അത് നിങ്ങൾ പറഞ്ഞില്ലല്ലോ. ആ കലണ്ടറിന്റെ ആ താഴത്തൊന്ന് പോയി നോക്കാൻ പറഞ്ഞു.
ഇവിടെ പാസ് എഴുതിയ ഭാഗം നോക്കിയോ, കുട്ടി പെണ്ണാന്ന് എഴുതിക്കുന്നു. അതോ കുട്ടി ആണായിരുന്നെങ്കിൽ പാസ് എഴുതിയത്? കുട്ടി ആണായിരുന്നെങ്കിൽ പാസ് എഴുതിയതന്നെ. കലണ്ടർ ഓർക്കത്തില്ല, പറഞ്ഞില്ലേ? ഈ പലരെ ഭാവിഷ്ഠാനക്കാരും കൈനോട്ടക്കാരും പറയുന്ന പോലെ രണ്ട് മഞ്ഞു പെയ്യുന്നൊരു ദേശത്തേക്ക് അയക്കാൻ പോകും. ഗ്രേറ്റ് കമ്മീഷൻ പറയേണ്ട ആളാ, ഗ്രേറ്റ് കമ്മീഷൻ മഹാനിയോഗം പറയേണ്ട ആളാ. നിന്റെ മകനെ ഇവിടെ അങ്ങ് നമ്മുടെ ആത്മാവ് അങ്ങ് ഇളകി മഞ്ഞു പെയ്യുന്ന ദേശത്ത്. ചുറ്റപ്പ കാശ്മീരിലാണെന്നാണ് പറഞ്ഞത്. കാശ്മീരിലും മഞ്ഞു പെയ്യും, അവിടെ ചെന്ന് ദൈവരയാമോളെന്നാണ് പറഞ്ഞത്. പക്ഷെ അമ്മയും അപ്പൻ കൂടെ അങ്ങ് ഇളകി അമേരിക്കയിൽ എൻ്റെ മകൻ പോകുന്നേ. ലോകസ്നേഹം ദൈവത്തോട് ശത്രുത്വമാണെന്നാണ് ബൈബിൾ പറയുന്നത്. യേശു പഠിപ്പിച്ചത് ലോകത്തെ നിങ്ങൾ വെറുക്കണമെന്നാണ്. ഈ ലോകത്തിലെ സമ്പത്തിനെ നിങ്ങൾ ഹല്ലേലൂയ ചവറെണ്ണണമെന്നാണ് ഇത് പറയുന്ന സുവിശേഷം. ഞാൻ പറയുന്നത് സുവിശേഷത്തിൽ പണം വേണ്ടേ? സുവിശേഷത്തിൽ പണം വേണ്ടേ? നിങ്ങളുടെ കൃത്യമായിട്ട് കിട്ടുന്ന ഓഹരി എന്ത് ചെയ്യണം? ദൈവാലയത്തിൽ കണക്ക് സഹിതം കൊടുത്തിരിക്കണം. ദൈവാലയത്തിൽ നിങ്ങളുടെ കിട്ടുന്നതിൻ്റെ ഓഹരി കൃത്യമായിട്ട് കണക്ക് സഹിതം കൊടുത്തിരിക്കണം. ഹല്ലേലൂയ. അതല്ലാതെ കണ്ട് പറഞ്ഞില്ലേ, നിങ്ങൾക്ക് പണം വരണം, നിങ്ങൾക്ക് നന്മ വരണം, പക്ഷെ ലക്ഷ്യം അതല്ല. ലക്ഷ്യം കർത്താവിൻ്റെ രാജ്യമാണ്. ഹല്ലേലൂയ. അവൻ കൽപ്പിച്ചത് ലോകത്തെ വെറുക്കണമെന്നാണ്. ഇവിടെ ഇപ്പം നമ്മൾ ഇപ്പം ഇത്രയും പേരേക്കുന്നു. എല്ലാവരും കൂടെ സുവിശേഷത്തിലേക്ക് പോകണമെങ്കിൽ ദൈവം ചെയ്യും. അമേരിക്കയിൽ നിന്നോ യൂറോപ്പിൽ നിന്നോ ഇങ്ങോട്ട് പണം വയ്ക്കും. അതല്ല, കർത്താവ് പറയും, കുറച്ച് പേര് ദൈവത്തിലേക്ക് പോകും. നിങ്ങൾ ജോലിക്ക് പോയി ആ കാശ് പൂഴ്ത്തിവെക്കരുത്. എന്താ പൂഴ്ത്തിവെപ്പ്? എനിക്ക് 2 ലക്ഷം രൂപ മാസം ശമ്പളം, സഭയമാണ്. സഭയെ പിന്നെ മറന്നു. പിന്നെന്താണ്? അവിടുത്തെ സഭയുടെ വലിയ ആളാകാൻ വേണ്ടി അവിടെ എന്തെങ്കിലും കൊടുത്തു. പിന്നെ നടത്തിയ ഈ സഭയ്ക്ക് ബുദ്ധിമുട്ട് മാറ്റാനാണ് ഒരാളെ അയക്കുന്നത്, കൊടുക്കത്തില്ല. അത് വേണ്ടി ബാങ്കിലിട്ടപ്പം ഈ മാസത്തെ അടുത്ത മാസം കൂടെ ആകുമ്പോഴത്തേക്ക് ഒരു 10 ലക്ഷമോ പിന്നെ ഇത് കൊടുക്കാറങ്ങിയത്. അല്ലെ ബുദ്ധിമുട്ട് അങ്ങോട്ട് കൂടി അടുത്ത മാസം കൊടുക്കാം. ദൈവത്തിൻ്റെ കടം പറയരുത്. ദൈവത്തിൻ്റെ അടുത്ത മാസമല്ല. ഞാൻ പറയുന്നത് ഇവിടെ 10 പേരുണ്ടെങ്കിൽ 10 പേര് കൂടെ സുവിശേഷം പറയുന്നാൽ ഇവിടെ അവർക്ക് കഞ്ഞി കൊടുക്കുന്നവരാ, അവർക്ക് ഭക്ഷണം കൊടുക്കുന്നവരാ. ദൈവവേലയ്ക്ക് ദൈവം തന്നെ നമ്മളിൽ തന്നെ ചെയ്യുന്നത്, അമേരിക്ക തന്നെ ചെയ്യുന്നത്. അങ്ങനെ ചെയ്യുന്ന സമയങ്ങളും ഉണ്ടാകാം. സഭയിൽ നിന്ന് തന്നെ വേണം സഭയ്ക്ക് വരുമാനം വരാൻ. അത് എല്ലാവരും കൂടെ പോയി പിന്നെ ഗ്രേറ്റ് കമ്മീഷന്റെ ഭാഗമാണ്. 2 മക്കളുടെ ഒരാളെ ഫുൾ ടൈം സുവിശേഷ വിലയ്ക്ക്, ഒരാളെ എന്ത് ചെയ്യണം? ദൈവ വേലയോട് ചേർന്ന് ജോലി കൂടെ ചെയ്യണം. ചിന്തിക്കുമെങ്കിലോ ഇന്ന് കേട്ട് ഞാൻ പറയുന്നത് ഈ പ്രസംഗം വെറുതെ നിങ്ങളൊരു 3-4 വർഷം യൂട്യൂബിലൊന്ന് കേൾക്കണമെന്ന് ദൈവസ്നേഹത്തെ ഞാൻ നോക്കിയിട്ട് ഹല്ലേലൂയ പറയുന്നു. അവൻ കൽപ്പിച്ചത് മോഹിക്കരുതെന്ന. ഈ ലോകത്തിലെ ജീവിതത്തെ മോഹിക്കരുത്. അവരെക്കാൾ വലിയ വീട്, അവരെക്കാൾ വലിയ കാറ് ദൈവം തന്നാണെന്ന് പറയരുത്. ദൈവം ഒന്നും വേണ്ട. നിരീശ്വരൻ അതിലെ വീട്ടില് വലിയ ടൊയോട്ടയുടെ കാർ കിടപ്പുണ്ട്. ദൈവ നിഷേധിയുടെ കൊലപാതകയുടെ വീട്ടിൽ കിടപ്പുണ്ട്. അതൊന്നും ദൈവം കൊടുത്താൽ എല്ലാവർക്കും സൃഷ്ടാവെന്ന നിലയിൽ ദൈവത്തിന് കരുണയുണ്ട്. ഞാൻ പറയുന്നത്, നിങ്ങൾ സമൃദ്ധി ഉള്ളവരാണോ? നിങ്ങൾ സമർത്ഥരാണോ എന്ന് എങ്ങനെ അറിയാം? നിങ്ങൾക്ക് സമൃദ്ധി ഉണ്ടോ എന്ന് എങ്ങനെ അറിയാം? നിങ്ങൾ എങ്ങനെ ദൈവത്തിന് വേണ്ടി കൊടുക്കുന്നുള്ളൂ? നിങ്ങളുടെ ദൈവത്തിന് വേണ്ടി എന്തു കൊടുക്കുന്നു? നിങ്ങൾ ദരിദ്രനാണോ എന്ന് തിരിച്ചറിയാൻ പറ്റും. ഇവിടെ ഒരു സഹോദരി, പുതിയ സഹോദരി വന്നു. അവരുടെ വീട്ടിൽ വരാൻ വണ്ടിക്കൂലി ഉണ്ടായിരുന്നോ? അന്വേഷിച്ചോ? അപ്പൊ എന്ത് ചെയ്തു? നിങ്ങൾക്ക് അങ്ങോട്ട് പോകുമ്പോൾ ചായ കുടിക്കാനുള്ള കാശ് 10 രൂപ അവർക്ക് കൊടുത്തു, ഇല്ലെങ്കിൽ ആ സഹോദരന് കൊടുത്തു. ഇങ്ങനെയാണ് ആദ്യകാലത്തെ പെന്തെക്കോസ്ത് സഭകൾ മുന്നോട്ട് പോയത്. കഷ്ടം സഹിക്കാനുള്ള ഒരു മനസ്സുണ്ടാകണം നമുക്ക്. നമ്മളെ വിളിച്ചത് എന്തിനാണെന്നറിയാമോ? അങ്ങനെ കർത്താവ് കൽപ്പിച്ചതൊക്കെ പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിക്കണം. ഇത് ഉപദേശിക്കണമെങ്കിൽ എൻ്റെ ജീവിതത്തിലും വേണ്ടേ?
എനിക്കങ്ങനെ സമർപ്പണം വേണ്ടേ? ഹലോ, ഇവിടെയാണോ? ഇവിടെ ഉണ്ടോ? ഇത് ഉപദേശിക്കണം. ആരുപദേശിക്കുന്നോടെ? ഇത് ആരുപദേശിക്കുന്നു? പാസ്സാണോ? ആരുപദേശിക്കുന്നു? ഞാനാണെന്ന് പറഞ്ഞു. ഉപദേശിപ്പാൻ തക്കവണ്ണം ഉപദേശിച്ച് അനേകരെ ശിഷ്യരാക്കിക്കൊള്ളണം. ശിഷ്യത്വത്തിലേക്ക് നടത്തണമെങ്കിൽ മാത്രം മതി. ഇത് കേട്ട കുറെ ആൾക്കാരെ കൂട്ടാനാണെങ്കിൽ ആവശ്യമില്ല. കർത്താവ് നമ്മളെ ധാരാളം സഹായിക്കട്ടെ. ഒന്ന്, ഗ്രേറ്റ് കമ്മീഷന്റെ മഹത്വം നമ്മൾ മനസ്സിലാക്കണം. രണ്ട്, ഇതിനെ കർത്താവ് കൽപ്പിച്ചത് എന്ന് പറയുന്നത് ഈ കുറച്ച് യേശുവിനെ പോലെ ഈ ലോകത്ത് ജീവിക്കാനായിട്ടാണ് അപ്പോസ്തലന്മാരെ വിളിച്ചത്. അപ്പോസ്തലന്മാർ പറയുന്നത് നിങ്ങൾ അവങ്കലേക്ക് നോക്കി അവനെ പോലെ ജീവിക്കണം, അവനെ പോലെ ജനത്തെ ആക്കാം, അവനെ പോലെ യേശുവിലേക്ക് ജനത്തെ അവനെ പോലെ സ്നേഹമുള്ളവരാക്കി തീർക്കണം, സ്നേഹിക്കാൻ പഠിപ്പിക്കണം. നമ്മുടെ കണ്ണുകളടയ്ക്കാം.